ന്യൂജേഴ്സിന്ന് എല്ലാം കെട്ടിപ്പറക്കി പെൻസിൽവാനിയയിലേക്ക് പോവുകയാണ്. അമേരിക്കയിലുള്ള വീടുകളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. നമ്മളിപ്പോൾ അതേ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവരുടെ വീടിൻ്റെ ബാക്കിലായിട്ടൊരു കുഞ്ഞ് റിവറൊക്കെ പോകുന്നത്. ഈ കാണുന്നതാണ് വീട്. അടിപൊളി സ്ഥലമല്ലേ. നമ്മളിതേ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ ചുറ്റിനും കാണാനായിട്ട്. ഇപ്പം ഇങ്ങനെ ഉള്ളു ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. വലിയ കിച്ചണാണല്ലേ, നല്ല സൗകര്യമുണ്ട്. ഇതാണ് ലിവിങ് ഏരിയ. ഇതാണ് ഈ റൂം. എങ്ങനെയുണ്ട് ബാത്ത് റൂം? റെസ്റ്റ് എടുക്കുന്ന പെൻസിൽവാനിയയിൽ ഒരു പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ ന്യൂജേഴ്സിന്ന് എല്ലാം കെട്ടിപ്പറക്കി പെൻസിൽവാനിയയിലേക്ക് പോവുകയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മളിന്ന് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമേരിക്കയിലുള്ള വീടുകളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ അവിടെ ന്യൂയോർക്കിലൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേര് നല്ല അടിപൊളി കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആ വീടിൻ്റെ എന്താ പറയുക ലിങ്കും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി താമസിക്കാനായിട്ട്. അപ്പോൾ അതേപോലത്തെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വേറൊരു വീട്ടിലേക്ക് പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാട്ടോ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് വീടെന്നൊക്കെ. വീടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതേ ലഞ്ചൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ പോയിരുന്ന് കഴിക്കാമല്ലോ. പിന്നെ മാത്രമല്ല നമ്മൾ രാത്രി ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ചിക്കനൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അതൊന്നും റെഡിയാക്കണ്ട, അതിനുള്ള സമയം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ വെച്ച് തന്നെ ഒക്കെ റെഡിയാക്കി അതും പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഞാൻ ഇപ്പോഴേ തന്നെ പറയണില്ല. ഇപ്പോഴേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രസം ഉണ്ടാവില്ലല്ലോ. എല്ലാം വഴിയെ അറിയാമല്ലേ. അപ്പം പിന്നെ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 3-3.5 മണിക്കൂറൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് വേഗം ചെന്ന് കഴിഞ്ഞാൽ അത്രയും നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ. എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ എന്തായാലും വൈകിട്ടാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. നമ്മളൊരു സമ്മർ ടൈമിൽ പോയ യാത്രാ വീഡിയോ ആണ് ഇത്. അങ്ങനെ ഇതേ കുറേ നേരത്തിന് ശേഷം നമ്മൾ പെൻസിൽവാനിയ സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സ്റ്റേറ്റിലേക്ക് കടന്നാൽ പിന്നെ അറിയാലോ, മൊത്തത്തിൽ കാടുകളും മലകളും ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഹൈവേയിലൂടെയാണ് നമ്മൾ പോണേ. കാരണം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് വിചാരിച്ചു. ഉള്ളുവഴിയാകുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈവേ കൂടെയാണ് പോണേ. പക്ഷേ ഹൈവേ ആണെങ്കിലും എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. ഫുള്ള് കാടും മലയൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളിത് ഉൾവഴിയിലേക്ക് തന്നെയാണ് കടന്നേക്കണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്നത് ഒരു ഉള്ളിലായിട്ടാണ്, ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ പറയാം. അപ്പം അതുകൊണ്ട് എന്തായാലും ഉള്ളുവഴി കൂടി പോയാലാണ് നമ്മൾ അവിടെ എത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതുവരെയും പോകാത്തൊരു വഴിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ നമ്മൾ ഉള്ളുവഴി എന്ന്. പക്ഷേ ഇതാണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഉള്ളുവഴി എന്ന് പറയണത് എന്ത് രസമാണ് കാണാനായിട്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമേരിക്കയാണെന്ന് പറയും അല്ലേ. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരു വട്ടവടയുടെയൊക്കെ ഒരു സാമ്യമില്ലേ കണ്ടു കഴിഞ്ഞാൽ. അത്രക്ക് ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നോക്കിക്കണ്ടേ നിങ്ങൾ. ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനായിട്ട് ആരും മറന്നു പോവല്ലേ. ലൈക്ക് കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിക്ക് നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ ഫ്രണ്ട് അവരിങ്ങനെ കുറേ പേരിങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളെ പോലെ തന്നെ 2 ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ പോണ വഴിയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇതിലെ വായോ, അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അമേരിക്കയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ആ ഒരു വഴിയിലുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പരിചയം ഒക്കെ പുതുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ കാണുകയും ചെയ്യാലോ. അങ്ങനെ ഞങ്ങൾ ഏതായാലും കുറച്ച് റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയേട്ടാ. അവരും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാടിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ടാണ് അവരും താമസിക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വീട് എടുത്തേക്കണത്. നമ്മൾ എയർബിഎൻബി വഴിയുള്ള ഒരു വീട് തന്നെയാണ് എടുത്തേക്കണത്. അതൊക്കെ എന്തായാലും വഴിയെ കാണാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ കുറേ ഉണ്ടെന്ന് ഇതേമാതിരി എയർബിഎൻബി വഴി ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കണ വീടുകളൊക്കെയാണ് ഈ കാണുന്ന പരിസരത്തൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് കാണുന്ന ഒരു വീട് കണ്ട. അപ്പോൾ അവിടെയാണ് കേട്ടോ ആ ഒരു ഫ്രണ്ടും അവർ കുറേ ഗ്യാങ് ഉണ്ട്. അവിടെ വണ്ടികളൊക്കെ കിടക്കണാണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അവരടയാളം വെച്ചതാണെന്ന് തോന്നണം. നമ്മളിപ്പോൾ ഇതേ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടോ.
അപ്പം അങ്ങനെ ഇവരെ മീറ്റ് ചെയ്യാന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല അടിപൊളി സ്ഥലം. ഇവരുടെ വീടിൻ്റെ ബാക്കിലായിട്ടൊരു കുഞ്ഞ് റിവറൊക്കെ പോകുന്നു. കുറെ കൃഷി വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളിവിടെ ഇറങ്ങാൻ പോവാ. ഈ കാണുന്നതാണ് വീട്. അത് തന്നെയാണോന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിക്കണേണ്. പക്ഷെ അവിടെ ആരും കാണുന്നില്ല അല്ലേ? വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. കോളിംഗ് ബെല്ല് അടിക്കാൻ പോവാ. അവരൊക്കെ അകത്തിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമല്ലേ? ഫുള്ളും വിജനമാണ്. വേറെ ഒരു വീടൊന്നുമില്ല. അപ്പോൾ വീട് അത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതേ അകത്ത് കയറി. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ സെറ്റ് തന്നെ എന്തോരം ഇരുന്ന് അവരൊക്കെ അതേ അകത്തിരുന്ന് കളിക്കണമായിരുന്നു. അപ്പോൾ പുറത്തുള്ള കളിയൊക്കെ കഴിഞ്ഞ് അകത്തായിരുന്നു അവരുടെ കളി. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു റിവർ ഉണ്ട് കേട്ടോ. നമ്മൾ അതൊക്കെ അങ്ങനെ കുറേ നോക്കിയിരുന്നു. പിന്നെ അതിനോട് ചേർന്ന് തന്നെ അവർ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നമ്മൾ അങ്ങനെ ചിലവഴിച്ചതിന് ശേഷം ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീടിൻ്റെ മുറ്റത്തായിട്ട് എന്തോരം ചെടികളായിരുന്നെന്ന് അറിഞ്ഞാൽ അടിപൊളി പൂക്കളൊക്കെ ആയിരുന്നു. എനിക്ക് പിന്നെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വീഡിയോ എടുത്താൽ അതിന് മാത്രം ഭംഗിയുള്ള പൂവാണ്. വലിയ കാട്ട പൂടെ എന്ത് വലിപ്പമാണ് നോക്കുക. അതിൻ്റെ കളറും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. കുറേ മുട്ടിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഈ ഒരു സമ്മറിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും പൂക്കളൊക്കെ ആണല്ലോ. മൊത്തം പച്ചപ്പും അതൊക്കെയാണ് കാണാൻ സാധിക്കുക. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളില്ലേ, അതൊക്കെ Airbnb വഴിയുള്ള വീടുകളാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വേറെ വഴി തെറ്റി ആ വീടുകളിലൊക്കെയാണ് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ശരിക്കും ഇവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് യാത്ര തിരിക്കാട്ടോ. കുറേ ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ പാർസൽ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്രാമങ്ങളിലും കാടുകളുടെയും ഇടയിൽ കൂടെയൊക്കെ തന്നെയാണ് പോണത്. നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. എനിക്ക് എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ഒരുപാട് ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, അതൊരു ചരക്ക് ട്രെയിനാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ ചരക്ക് ട്രെയിൻ കാണുന്നത്. പക്ഷേ ഈ ഒരു ചരക്ക് ട്രെയിനിൻ്റെ നീട്ടം ഉണ്ടല്ലോ, വലിയ കാട്ടൊരു നീട്ടമുണ്ട്. എന്തോരം കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ടും ആ ഒരു ട്രെയിൻ നിർന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നീട്ട് വരുന്ന ആ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു കേട്ടോ. അത് എന്തോരോന്ന് വെച്ചാൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തിട്ടും തീരണേ ഉണ്ടായിരുന്നില്ലല്ലേ. അത്രയ്ക്ക് നീട്ട് വരുന്ന ആ ഒരു ട്രെയിനിന് വീഡിയോക്ക് ലെങ്ത്ത് കൂടി പോകുമെന്ന് പോലും ചിന്തിച്ചു. അവസാനം എന്തേ ഇവിടം വരെയായിരുന്നു ആ ഒരു ട്രെയിനിൻ്റെ നീട്ടം എന്ന് പറയണത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഉൾവഴികളിലൂടെയും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ആദ്യമായിട്ട് പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ. പിന്നെ വണ്ടി ഇങ്ങനെ നിർത്തി അങ്ങനെ കാണലൊന്നും നടക്കൂല. കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഹൈവേയിലൂടെ പോകണ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു സെമിത്തേരി ഇത് കണ്ടില്ലേ, റോഡ് സൈഡിൽ തന്നെ. നമ്മൾ പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട് വഴിയരികിലൊക്കെ. പക്ഷേ ഇതിങ്ങനെ ഈ ഉള്ളേരിയയിലൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത്, അല്ലാതെ അകന്ന് അങ്ങനെയൊന്നും അല്ല. പിന്നെ ഈ കാണുന്നതൊക്കെ തോട്ടങ്ങളാണ്. ചിലതൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വിൻ്ററിലേക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ആ കാണുന്ന കാടില്ലേ, ആ നേരെ അതിൻ്റെ അവിടെ അടുത്തായിട്ടാണോ നമ്മൾ താമസിക്കണത്. ഇവിടെ ഫുള്ള് കൃഷികളാണ്. ലെഫ്റ്റും റൈറ്റും ഒക്കെ ട്രാക്ടറൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ ഇങ്ങനെ പോണ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ Airbnb വഴിയുള്ള വീടും അല്ലാണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ സ്ഥിരം താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലായിട്ട് ഒരു വീട്ടിലാണ് നമ്മൾ എടുത്തേക്കണത്. റൈറ്റ് സൈഡിൽ കാണുന്നത് എന്തോ ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കടയൊന്നുമില്ല കേട്ടോ, എന്തോ ഒരു ഒറ്റപ്പെട്ടൊരു ഭാഗമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീടൊക്കെ ബുക്ക് ചെയ്തതെല്ലാം ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതിൻ്റെ കീയൊക്കെ അവരൊരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തേക്കണത്. നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം പെൻസിൽവാനിയയിൽ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന വീട്. കണ്ടോ എന്ത് രസമുണ്ടല്ലേ, അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ. വന്ന വഴിയൊക്കെ കണ്ടില്ലേ എന്ത് രസമാണ്. ഫുള്ള് പച്ചപ്പ്, ഇങ്ങനെ ഉള്ളു ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. അപ്പോൾ അതേ നമ്മളൊരു സൈഡിൽ കൂടിയാണ് ഇപ്പോൾ അകത്തേക്ക് കയറണത്.
ഇങ്ങനെ കണ്ടോ കിച്ചണിനോട് ചേർന്ന് തന്നെ ദേ ഡൈനിങ് ഹോളൊക്കെ ഇട്ടിട്ട് വലിയ കിച്ചണാണല്ലേ, നല്ല സൗകര്യമുണ്ട്. ഇതിൽ എല്ലാ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ കിച്ചണിൽ. ഫുള്ള് കബോർഡൊക്കെ ചെയ്തു. ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെയാണ് ആ ഫ്രണ്ട് ഗേറ്റ് വരുന്നത്, ഫ്രണ്ട് ഡോറ് വരുന്നത്. കണ്ടോ സെറ്റിയൊക്കെ ഇട്ട്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. തേങ്ങാണ്ട ബെഡ്റൂം, നല്ല വലിയ ബെഡ്റൂമാണല്ലോ. ഇവിടെ ഫാനൊക്കെ ഉണ്ട്. അയ്യോ, ആ കാണുന്ന ചിലപ്പോൾ ടോയ്ലറ്റ് ആയിരിക്കും. ഇത് കബോർഡ് കാര്യങ്ങളൊക്കെ എന്താ. ഇവിടെ ഒരു അടിപൊളി ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിലെ വിശേഷം. നല്ല വലിയ ബെഡാണ്. ഞാൻ ഇവിടെ നിന്നിട്ട് കാണിച്ചു തരാം. അയ്യോ, ഇതേണ്ട, ഇതാണ് ഈ റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. വേണ്ട ബെഡ്ഷീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേതിനും ചെറിയ ബെഡ്റൂമുണ്ട്, പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ, ബാത്റൂം. എങ്ങനെയുണ്ട് ബെഡ്റൂം? ഈ ബെഡ്റൂമിൻ്റെ ജനലക്കൂടിയുള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലല്ലോ, അപ്പം ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വലിയ ബെഡ്റൂമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലേക്കുള്ള ജനലയുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കണ്ടേ, ഫുള്ള് ഇങ്ങനെ പച്ചപ്പാണ്. നമ്മൾ ആ നേരത്തെ നിന്നപ്പോൾ ഫുള്ള് അതേമാതിരിയാണ്. വീടിൻ്റെ ഫുള്ളും അങ്ങനെയാണ്. 3 സൈഡിലും ഇങ്ങനെ പച്ചപ്പ് പോലെ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ ഇന്ന് സംസാരിച്ചില്ല, ആ ഒരു ഭാഗമാണ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കാടാണ് കേട്ടോ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ റൂമിലെ ബാത്റൂം ഒന്ന് നോക്കാം. വലിയ കാടൊരു ബാത്റൂമായിരുന്നേ. നോക്കിക്കണ്ടേ, എന്ത് വലുപ്പത്തിലുള്ള ബാത്റൂമാണെന്ന് നോക്ക്. നല്ല സൗകര്യമുണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പുള്ളൊരു ബാത്റൂമായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാനായിട്ട്. ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വച്ചേക്കണ ഒരു ചെടിയാണ്. അതിൻ്റെ പേരൊന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ സാലഡ്, പപ്പടം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാണ്. അധികം ഇനിയിപ്പോൾ സമയം കളയണ്ടല്ലോ. ഇപ്പം തന്നെ ഒരുപാട് ലൈറ്റായിട്ടുണ്ടായി. ഇവിടെ വന്നിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ലൈറ്റായിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ദേ റെസ്റ്റ് എടുക്കുകയാണ്. അയ്യോ, അടിപൊളിയല്ലേ ടി വി ഒക്കെ ചെന്നു. ഇനി നമുക്ക് ആ വീടിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. പക്ഷേ അതിൻ്റെ വിശേഷമൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം കൂടി ഒരുപാട് ലെങ്തി ആയി പോവില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.